ഹേ ഗായ്സ്, വെൽക്കം നമ്മുടെ പുതിയൊരു വീഡിയോ. അതായത് അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുന്നതാണ് ബീച്ച് ബഗ്ഗി പാർട്ട് 4 ഗൈസ്. അപ്പോൾ ഞാൻ ശരിക്കും ഈ ബീച്ച് ബഗ്ഗി മാത്രമേ ഉള്ളൂ കളിക്കുന്നത്. നമ്മുടെ ഇത് പാർക്കൊന്ന് ഞാൻ അതെനിക്ക് റീപ്ലേ ഒന്നുകൂടെ കളിക്കണം ഗൈസ്. പാർക്കൊക്കെ നമ്മൾ നേരത്തെ ഏതാ ചാപ്റ്റർ 2 ഒന്നാമത്തെ റേസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ റേസാണ് കളിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇതെടുത്തുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് റേസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. എന്തുവാന്ന് നമ്മുടെ പവർ നമുക്ക് എടുക്കാം ഗൈസ്. ഈ പവറിന് വലിയ കാര്യമൊന്നും ഇല്ലടേ. വൃത്തികെട്ടവനെ. ബൂസ്റ്റർ 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 അവിടെ ഇത് മതി. എൻ്റെ ബീച്ച് ബഗ്ഗി പാർട്ട് 4 വലുതായിട്ട് ശബ്ദമൊന്നും കേൾക്കത്തില്ല. അതിനായിട്ടൊരു മാപ്പ് ചോദിക്കുന്നത് എന്നാലും കേൾക്കാം. എടാ ഇത് റീപ്ലേ വെക്കേണ്ടവർ റീസ്റ്റാർട്ട് ഗൈസ്. റീസ്റ്റാർട്ടേക്ക് 2 ഗുണങ്ങളുണ്ട്. നമുക്ക് വീണ്ടും കളിക്കാം. അത് ഒന്നാമത്തെ. രണ്ടാമത്തത് നമ്മുടെ പൈസ പോകത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു വട്ടം കളിച്ചായിരുന്നു. സെക്കൻഡ് കയറിയതാണ്. ഫസ്റ്റിന് നിൽക്കുന്ന പർപ്പിൾ കാർ ഫസ്റ്റ് കയറി. നമ്മളെന്താണ് റേസിൽ ഫസ്റ്റ് നിൽക്കുന്ന റേസിൽ നമ്മൾ പ്രോയാവാൻ നിൽക്കും. ഇതിന് ബൂസ്റ്ററൊന്നും ഇല്ലടാ. ഒരു പന്ന മൂട. നമ്മളതിന് കയറാണ്ടിരുന്നാൽ മതി. പിന്നെ നീ അവിടെ കിട്ടാലും എനിക്കൊരു തേങ്ങയില്ലടാ. പുറയുന്നവന് പണി കിട്ടി. എടാ ഡ്രസ്സിൻ്റെ പുറയിൽ ഡ്രസ്സിനെന്തുവാണടാ കിട്ടിയത്? അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ അങ്ങനെ വേറെ ലാപ്പ് 2 ഉണ്ട് കേസ് ഉണ്ടോ. ഞാൻ സെക്കൻഡ് ആയാലും കണ്ട പർപ്പിൾ വണ്ടിയാണ് എപ്പോഴും ഫസ്റ്റ്. എന്തുകൊണ്ടൊന്നും എനിക്ക് ഓടോ നമ്മൾ 2 തെങ്ങിൻ്റെ ഒട്ട കൂടെ പറപ്പിച്ച് മാക്ക വാണം വിട്ടിട്ട് കാര്യമില്ല. പക്ഷെ അത് വിട്ടാലേ നമുക്ക് വേറെ കിട്ടത്തുള്ളൂ. മോൻ ഇവിടെ ഫുൾ ടാറ. ഇവിടെ സൂക്ഷിക്കണം. ഫസ്റ്റിനെ പോയി അടിക്കടാ. എടാ ഇത് എനിക്കിഷ്ടമുള്ളതാണ്. ഇത് ഫസ്റ്റിനെ പോയി കൊല്ലും. അതെ ഉണ്ട്. റിക്കവർ ആവുന്നതിനേക്കാളും മുന്നേ എനിക്ക് പോയി ഫസ്റ്റ് അടിക്കണം. പോയി ചാക്ക് കറക്റ്റ് അവിടെ പോയിന്റിലെത്തിയപ്പോൾ ഫസ്റ്റ്. എടാ ഫസ്റ്റ് ഇത് മോനെ നമ്മൾ ഫസ്റ്റ് അടിച്ചടാ. മാമ ഫസ്റ്റ് അടിച്ചടാ. റോസിയും കളി. എടാ പ്രോയൊക്കെ താഴെ. എടാ ബീച്ച് ബഗ്ഗി എന്ന് പറയുമ്പോൾ എനിക്കും ആക്കാറാണ്, നമുക്കും ആക്കാറാണ്. അതിന് കുഴപ്പമില്ല. നമ്മൾ ജയിച്ചിരിക്കുന്നു. സ്കോർ മോനെ അയ്യച്ചപ്പണ്ടി നമ്മൾ ജയിച്ചിരിക്കുന്നു. 3 സ്റ്റാർ. നമുക്ക് 5 സ്റ്റാർ വേണം. അപ്പാണേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഞങ്ങൾക്ക് 5 സ്റ്റാർ വേണം. ഓക്കെ പ്ലേഗരല്ല ചേട്ടം റെസ്യൂമല്ല ക്യൂറ്റ് എവൻറ്റ്. യെസ് അറിയാതെ ഞാൻ പ്ലേഗൻ അടിച്ചു കൊടുത്തു പോയി ഗൈസ്. ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ ഇച്ചിരി പറയാൻ വന്ന കാര്യം നിങ്ങളോട് ഞാൻ പാർട്ട് 3 പറഞ്ഞോന്നറിയില്ല. നമ്മുടെ കാറ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പുറകെ കണ്ട് ഈ സാധനം കൊണ്ടുവന്നു ഗൈസ്. നമ്മുടെ സാധനമല്ല ഇപ്പം മാക്സിന് കയറി പോയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റ് ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല. അതിന് ഡയമണ്ട്സ് 2 ഡയമണ്ട് ഉണ്ടോ നമുക്ക് മാറ്റാം ഗൈസ്. അല്ല വേണ്ട, ഒരു കാര്യം ചെയ്യാം. നമ്മുടെ വണ്ടി എന്താ ചെയ്യുക, വണ്ടി അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് പോയിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? ഡയമണ്ട് കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? പവർ അപ്സ് നോക്കട്ടെ. എനിക്കെന്താ ഇതായി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതും താഴോട്ടാണ് പോകുന്നത്. ഇതും വലിയ കുഴപ്പമില്ലാത്തതാണ്. ഗ്രാവിറ്റി പൊങ്ങിക്കാന്മാർ
ഇത് പിന്നെ വേണ്ട അവസരമാണ് ബൂസ്റ്റ്. നമുക്ക് ചൂസ് സീരീസ് കോക്കനട്ട് കപ്പ് പാർട്ട് 3. നമ്മൾ ഈ കളിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചാപ്റ്റർ 1 കളിച്ച സ്ഥലത്ത് തന്നെയാണ് നമ്മൾ 2ലും കളിക്കുന്നത്. പക്ഷെ ഇത് വേറെ ഉള്ളൂ, മഷ്റൂം ഗ്രോട്ടോ. പുതിയ സ്ഥലം ഉണ്ടാവും, പക്ഷെ നമ്മൾ കൂടുതലും പണ്ടത്തെ സ്ഥലത്ത് തന്നെയാണ് കളിക്കുന്നത്. കണ്ടു, ഡൈനോ ജംഗിൾ നമ്മുടെ പണ്ടത്തെ സ്ഥലമാണ്. റേസ് ഓൺ ദ അതർ ഡ്രൈവേഴ്സ് ടു ദ ഫിനിഷ് ലൈൻ. ഓക്കെ, അത് നമുക്കറിയാം. എന്തായാലും നമുക്ക് 2 കളിക്കും. ഫസ്റ്റ് അടിച്ചു, 3ാമത്തെ കളിക്കും ഫിയസ്റ്റ വില്ലേജ് എലിമിനേഷൻ. ഗോള് ഫസ്റ്റ്, റിവാർഡ് 200 രൂപ. ഓക്കെ, പ്ലേ മോനെ പ്ലേ. ബീച്ച് പക്കി റേസിംഗ് ഇവനോടാണ് പറഞ്ഞത്. ഓക്കെ, ഒരു ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, ചെയ്തേക്കാം. ബൂസ്റ്റ് മൈ കാർ. നമ്മുടെ ആക്സിലറേഷൻ കൂട്ടാം വണ്ടിയുടെ പൈസ വെച്ച്. ഇത് ഫസ്റ്റ് അടിക്കുകയാണെങ്കിൽ എന്താ ചപ്പണ്ടി കാണിക്കുന്നു. എടാ ടൈമിംഗ് ഉണ്ടോ? ടൈമിംഗ് ഉണ്ട്. എടാ പ്ലാഗ് 1 രൂപയുള്ളടാ. നമുക്ക് ഇത് പകുതിക്ക് വെച്ച് നമ്മൾ തോക്കുവാണെങ്കിൽ ഒന്നുകൂടെ കളിക്കേണ്ടി വരില്ലെങ്കിൽ പണി കിട്ടും. മിക്കവാറും നമ്മൾ തോക്കുമായിരിക്കും. എന്നാലും നമുക്ക് നോക്കി. അമ്മാരെ വലിയ കളിക്കാരാണ്. എന്താണ് ഇപ്പം പറയുക? വണ്ടി അവനെന്തായാലും താന്നു പോയില്ലേ. എൻ്റെ പവർ ഒയ്യോ, എലിമിനേഷൻ ആയില്ല. ഇതാണ് അവിടെ നേരത്തെ എഴുതി വെച്ച എലിമിനേഷൻസ്. ഞാനടുത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും. മോനെ നമ്മൾ ബൂസ്റ്റ് ഇട്ടോണ്ട് രക്ഷപ്പെട്ട് ഇല്ല, കാണായിരുന്നു. അവിടെ പോടപ്പന്നെ. 4 2 പൈസ കിട്ടിയില്ല. ഒറ്റ പ്ലേഗരല്ല. കണ്ടിന്യൂ. കിറ്റൻ്റെ യെസ്. എടാ നമ്മളിനി എന്താടാ കളിക്കുന്നത്? നമുക്കിവിടെ ഞാനിവിടെ സ്പിന്ന് ചെയ്തായിരുന്നു. ഡെയിലി റിവാർഡ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ ഡെയിലി ചലഞ്ച് പോവാം ഗൈസ്. നമ്മൾ ഇവനായിട്ടാണ് കളിക്കുന്നത്. പ്ലേ വെക്കാം. അമ്മുക്കുട്ടൻ്റെ അടുത്ത് നമ്മൾ ഫസ്റ്റ് ആവും. ആദ്യം നമ്മൾ പുറകിലേക്ക്, പിന്നെ നമ്മൾ കയറിപ്പോവും. യെസ്, ഒറ്റയ്ക്കല്ല നമ്മുടെ ഫ്രണ്ടിൽ ആൾക്കാരുണ്ടാവും അങ്ങോട്ട് ചെല്ലുമ്പോൾ. ഇവൻ്റെ പവർ വേറെ എന്താണ്? ഇവൻ ഏലിയനാണ്. അല്ലാതെ ഇതൊന്നും അല്ല. ഒരു വണ്ടിക്കല്ല, കൺട്രോളിങ് ഉണ്ട്. എടാ ഇവൻ ഏലിയനാണ്, ആമയല്ല. ഇതിന് സ്പീഡില്ലേ ഈ പോട്ട വണ്ടിക്ക്? നിന്റെ പവർ തന്നെ. നമുക്ക് ഡയമണ്ട് കിട്ടി കേട്ടോ പോണ വരിക്ക്. നമ്മൾ സ്കോർ 10. അതെന്താ അങ്ങനെ? സ്കോർ 41. അതെന്ത്? കറക്റ്റ് അങ്ങോട്ട് തന്നെ. സ്കോർ 55. ചെണ്ടറപ്പച്ചപ്പറുണ്ട് ഇത്. നമ്മൾ ക്രാമിനെ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. ആ സമയം ഉണ്ടായിരുന്നു. കിറ്റീസ് വേറെന്ത് ചെയ്യാൻ? ചാമ്പ്യൻസ് ഞാൻ കളിച്ചായിരുന്നു. കണ്ടിന്യൂ. ഓക്കെ, ഒന്നുകൂടെ കളിച്ചു നോക്ക്. ഞാൻ ഒന്ന് കളിച്ചായിരുന്നു. നമ്മൾ മങ്കി കൊച്ചായിട്ട് കളിക്കും. നമുക്ക് നമ്മുടെ റസ്സിനെ എടുക്കാം. സ്വിച്ച് പ്ലെയർ വേറെ കൂട്ട് റസ് കമാൻഡർ മുകേഷ്. ചാമ്പ്യൻഷിപ്പ് നമുക്ക് കളിക്കാം. കണ്ടിന്യൂ പ്ലേ.
നമ്മുടെ പൈസ എല്ലാം തീർന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ടെമ്പിളല്ലേ. ഇതിന് അത്യാവശ്യം പാടുള്ള കാര്യമാണ് നമ്മൾ ഈ കൺഫ്യൂസ് ആക്കാൻ വഴിയൊക്കെ. നമ്മളവർക്ക് ഇതിലെ കൂടെ കയറി പോകണമെന്ന് വെച്ചാൽ അതിലെ കൂടെ ആയിരിക്കും. നമ്മളിവനല്ലായിരുന്നല്ലോ. നമ്മൾ റസ്സിനെ അപ്പം എടുത്ത് എന്നാത്തിന് എന്നാ കാണിക്കുവാടോ നീ? ആ വണ്ടിയുടെ പവർ. എടാ മോനെ, എടാ വണ്ടി വിടാമ്പാണേ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണേ. ഇതാടാ പോലീസ്. ഓ, അവൻ്റെ പവറാണ്, അവൻ്റെ ജെറ്റ് പവറാ. വെള്ളത്തിൻ്റെ ഒക്കെ ഒരു എഫക്ട്സേ. പോടാ പോലീസുകാരാ. അവനൊരു പോലീസുകാരൻ വന്നിരിക്കുന്നു കണ്ട. ഞാൻ അവർക്ക് എൻ്റെ മണ്ടയിൽ കൂടെ ആയിരിക്കും പോകുന്നത്. യെസ്, അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്, അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇത് നല്ലതാണ്, സെറ്റ് സാധനമാണ്. പക്ഷെ നമ്മൾ ലാസ്റ്റ് ആയിട്ടുണ്ട്. ലാപ്പുണ്ട്, അതുകൊണ്ട് സമാധാനിക്കാം. ഓക്കെ, ബൂസ്റ്ററല്ല കിട്ടിയത്. അമ്മായിരുന്നു ഏറി പൊങ്ങുന്നില്ലല്ലോ. പൊങ്ങി. കേറങ്ങോട്ട്. ഇവനെ പൊട്ടിക്ക്. പൊട്ടി. ഞാൻ വിടും. പിന്നെ അമ്മാര് തല കുത്തി പറയും അവിടെ കിടന്നു. നമ്മളെ ലാപ്പറ്റു ഏകദേശം കഴിയാറായി. കണ്ട വെള്ളത്തിൻ്റെ എഫക്ട്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. അതാ ജെറ്റ് പോലെ പോകുന്നത് സാധനം. അത് വന്നോളൂ നമ്മളെടുത്ത്. അത്രേ ഉള്ളൂ. നമ്മളെത്തി. ഇൻ്റെ തലേക്ക് അവിടെ കിടന്ന് കാണുന്നു. ഇൻ്റെ തലേക്ക് കൂടെ ടെറുക്കി കിളി പോവും. നമ്മളങ്ങനെ എല്ലാം പാണ്. ഇത് ഇട്ടിട്ട് കാര്യം എന്താ? നല്ല ഫോർത്ത് അടിച്ച് കുഴപ്പമില്ല. ആദ്യം റോക്ക് സ്റ്റോംബർ. നമുക്ക് എന്താണ് എടാ പൈസ വേണം, ഒരു വീഡിയോ വേണം. വീഡിയോ റെഡിയല്ല. ലീവൊക്കെ നമുക്കിത് കളിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വണ്ടി നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് പോകാം ഗൈസ്. ഓക്കെ, നമുക്ക് ആക്സിലറേഷൻ കൂട്ടണോ, ഹാൻഡിലിങ് കൂട്ടണോ? നമുക്ക് എന്തായാലും ടോപ്പ് സ്പീഡ് പറ്റത്തില്ല. ആക്സിലറേഷനോ ഇതോ ചെയ്യാം. അക്കൂത്തി കൂതാര വരമ്പേ കയ്യെ കൊത്ത് കരിങ്കൊത്ത് ചീപ്പ് വെള്ളം താറ മക്കളുടെ കയ്യിലൊരു ബാഗ്. ആക്സിലറേഷൻ ചെയ്യാം ഗൈസ്. ഓക്കെ, അത് 800 കഴിഞ്ഞു ഗൈസ്. ഇനി 20 രൂപയുള്ളൂ. ഇതെല്ലാം മാക്സ് നമുക്ക് എറ്റ്മോർ അടിക്കണം. ഓക്കെ, പവർ അപ്സിൻ്റെ അകത്തോട്ട് കുറേ പവർ അപ്സ് നീയും കിടക്കുന്നുണ്ട്. ഒരു 20, കുറഞ്ഞത് 20 ഡയമണ്ട്സ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ലതെന്ന് വെച്ചാൽ സിൽവർ നിയർ ബൈ ഗ്രേറ്റ് ബോൾ ഓഫ് ഫയർ. ഇത് നല്ലതാണെന്ന് തോന്നില്ല. ഇതും അത്ര നല്ല തോന്നുന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്ത ഈ സീന്. ഇതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ. TNT ബോംബാണോ? പക്ഷെ എന്നാലും എനിക്ക് സീനാന്ന് തോന്നുന്നത്. ഇത് കുഴപ്പമില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നത് ഇവൻ്റെ ആണ്. ആ കൊമ്പ് മേ ബി ഇവൻ്റെ ആണോ? അത് ഇവൻ്റെ ആണെന്ന് തോന്നി. ഗോ ടിക്കി കേഡ്സ്. എടാ ടിക്കി കേഡ്സ് ആണ് അതൊക്കെ. അപ്പോൾ 2 സീരീസ് കോക്കനട്ട് കപ്പ് 1 പോവുക. ഇത് ടിക്കി ടിമ്പിളൊക്കെ ഇതിൻ്റെ കേഡ്സ് ആണ് അവൻ്റെ ദേഹത്തുള്ളത്.
അവൻ്റെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈസ ഒന്നുമില്ല, നമുക്ക് ഇനി കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. ബൈ.